നിങ്ങൾ തമ്പനയിൽ കണ്ടത് സത്യമാണ്. നിങ്ങൾക്ക് A+ ഉറപ്പിക്കാനുള്ള അവസാനത്തെ ട്രിക്കാണ് പറഞ്ഞിരുന്നത്. ഈ ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ A+ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എക്സാമിൻ്റെ ആൻസർ ഷീറ്റിൽ അപ്ലൈ ചെയ്യുക. നല്ല മാർക്ക് കിട്ടും. അങ്ങനെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടീച്ചർ ഒരു പക്ഷേ മാർക്ക് ഇട്ടിട്ട് പോയി ചിലപ്പോൾ 80 ഉള്ളത് ഒരു പക്ഷേ 90 95 ആയേക്കാം. പിന്നെ 80ലേക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഫുൾ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 72ലേക്ക് എത്തും. അപ്പോൾ നമുക്ക് A+ കിട്ടും എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് കേട്ടോട്ടാ. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ടീച്ചേഴ്സായിരിക്കും നോക്കുന്നുണ്ടാവില്ല അല്ലേ. പബ്ലിക് എക്സാമിനൊക്കെ ആയിക്കഴിഞ്ഞാൽ നോക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ല, ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായിട്ടും നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ല, മറ്റു ടീച്ചേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ നോക്കേണ്ടത് നിങ്ങളുടെ പ്രസൻറ്റേഷൻ എത്രത്തോളം അടിപൊളിയാണോ അതിനനുസരിച്ച് മാർക്ക് കിട്ടുക. മനസ്സിലാവുണ്ടോ? ഒരാളെ വിലയിരുത്തൽ അയാളുടെ അപ്പിയറൻസ് നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തൽ എന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രസൻറ്റേഷൻ നമ്മളെ ആൻസർ ഷീറ്റിൽ ഉണ്ടാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നിങ്ങളിപ്പോൾ ഒരു 16ാമത്തെ ആൻസർ എഴുതുന്നത് ഒരു ഡയറി ആണെങ്കിൽ അല്ലേ, നിങ്ങൾ എങ്ങനെ എഴുതൽ? 16 അല്ലേ, നിങ്ങൾ ആൻസർ ഷീറ്റാണ് സങ്കല്പിക്കുക. നിങ്ങൾ നേരെ എഴുതാൻ വേണ്ടി പോകുന്നത് 16, എന്നിട്ട് നേരെ ഒരു ബോക്സ് വരക്കും അല്ലേ, എന്നിട്ട് ഡയറി എഴുതും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുതും അല്ലേ. എഴുതരുത്. അപ്പോൾ സാർ ഞങ്ങൾ എങ്ങനെ എഴുതണം? അതിനുള്ള ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. നിങ്ങളെ പ്രസൻറ്റേഷൻ ഇതുപോലെ ആവണം. ആൻസർ ഷീറ്റ് ഇങ്ങനെ വന്നു, നിങ്ങൾ മാർജിൻ വരച്ചു. 16ാമത്തെ ഡയറി ആണെങ്കിൽ നിങ്ങളിവിടെ ഡയറി 2 കുത്ത് ഒരു വര ഇട്ട് വെക്കുക. ഇതെന്തിനാ സാറേ ഞങ്ങളിങ്ങനെ ഇട്ട് വെക്കുന്നത്? ശ്രദ്ധിച്ച് കേട്ടോ. സാറേ ഞാനിവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ഡയറിയാണ്. ഇനിയുള്ള എൻ്റെ ബോക്സ് അടിയിലേക്ക് കൂടുതൽ സൂക്ഷിച്ച് നോക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഡയറിയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി മേളിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ നോക്കുന്ന ആളുടെ മൈൻഡ് സെറ്റിൽ എന്താ ഉണ്ടാവില്ലെന്ന് അറിയോ? ഓക്കെ, ഡയറിക്ക് 5 മാർക്ക്. ഓക്കെ, ഈ ഡയറിക്ക് 5 മാർക്ക്. അപ്പോൾ ആ ഡയറി കുട്ടി ഡയറി എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ. ഈ ഡയറി എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത് ഇമെയിൽ ആണെങ്കിൽ 17 അല്ലേ, 17 ഇമെയിൽ എന്ന് എഴുതി കഴിഞ്ഞ് 2 കുത്തിട്ട് എന്നിട്ട് നിങ്ങൾ ബോക്സ് വരച്ചു. അപ്പോൾ ടീച്ചർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? കുട്ടി അടിയിൽ ഉദ്ദേശിച്ചത് എന്താണ്? പറ, ഇമെയിൽ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി മേളിൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ചിലപ്പോൾ പാരഗ്രാഫ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ അപ്രീസിയേഷൻ ആണോ എഴുതുമെങ്കിൽ അപ്രീസിയേഷൻ നോക്കൂ. നിങ്ങൾ 18 അല്ലേ, 18 നിങ്ങളിവിടെ അപ്രീസിയേഷൻ എന്ന് എഴുതി വച്ചതിന് ശേഷം അപ്രീസിയേഷൻ എന്ന് എഴുതി 2 കുത്ത് വരാം. എന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് എഴുതിക്കോളൂ, നിങ്ങൾ അപ്രീസിയേഷൻ എഴുതിക്കോളൂ. അതെന്തിനാ സാറേ ഞങ്ങൾ അങ്ങനെ എഴുതും? നോക്കുന്ന ആൾക്ക് അത് വളരെ ഈസി ആയിരിക്കും. മാത്രമല്ല നോക്കി അയാളുടെ മൈൻഡിൽ എന്തുണ്ടാവും അറിയോ? ഓൾറെഡി ഉണ്ടാകും. എന്താണ്? കുട്ടി പിന്നെ വളരെ വൃത്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അപ്രീസിയേഷൻ 6 മാർക്കാണ് എന്നുള്ളത് ടീച്ചർ മൈൻഡിലുണ്ടാകും. ആ മൈൻഡ് വെച്ചിട്ട് അപ്രീസിയേഷൻ കുട്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അപ്രീസിയേഷൻ എഴുതിയിട്ടുണ്ട്, ഡയറി എഴുതിയിട്ടുണ്ട്, ഇമെയിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് അല്ലേ, ഇവൻ്റ് ഇൻവിറ്റേഷൻ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ള കുട്ടീൻ്റെ പേപ്പർ നോക്കുമ്പോൾ ടീച്ചർക്ക് മനസ്സിലായി കഴിയുമ്പോൾ മാർക്കിൻ്റെ വീഴും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ഓൾറെഡി പിന്നെ ഗ്രാമറൊക്കെ എഴുതുന്ന സമയത്ത് അല്ലേ, എയും ബി നമ്പർ നിങ്ങളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? നമ്പർ തെറ്റാണ്ടിരിക്കണം. പിന്നെ ഹെഡിങ് എഴുതുന്ന സമയത്ത് എപ്പോഴും വലിയക്ഷരത്തിൽ എഴുതുന്ന ഹെഡിങ്ങൾ ഉണ്ടാവില്ലേ, അത് ഒരു വലിയക്ഷരം പിന്നെ ചെറിയക്ഷരം പിന്നെ വലിയക്ഷരം പിന്നെ അങ്ങനെ ആവാണ്ട് ക്യാപിറ്റൽ ലെറ്റർ മുഴുവൻ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ഹെഡിങ്ങിൽ കീപ്പ് ചെയ്യുക. മനസ്സിലായി വിചാരിക്കുകയാണ്. അത്യാവശ്യം വലുതാക്കി എഴുതിക്കോളുണ്ടോ. കാര്യം നിങ്ങളെ പുറയുന്ന പൈസ കൊണ്ടുവന്നാണ്ട് കൊടുത്തുകൊണ്ടൊന്നുമല്ലോ പേപ്പർ വാങ്ങിയിട്ടുള്ളത്. ഗവൺമെൻറ് തരുന്ന പേപ്പറിലല്ലേ എഴുതേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് അഡീഷണൽ ഷീറ്റ് എടുത്തുകൊണ്ട് ആഡ് ഓൺ ചെയ്തുകൊണ്ട് വലുതാക്കി എഴുതിയിട്ട് എന്ന് കരുതിയിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് കുറേ ആളുകളുണ്ട്. ഇതൊരു പേജ് ആണെന്നുണ്ടെങ്കിൽ ആൻസർ ഷീറ്റ് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫോർ എക്സാമ്പിൾ കേട്ടോ ഇങ്ങനെ എഴുതി കിട്ടോ. ഇപ്പോൾ 24 അപ്രീസിയേഷൻ എഴുതാൻ ഇവിടെ കൊണ്ടുപോയിക്കാണ്ട് അപ്രീസിയേഷൻ അല്ലേ ഇങ്ങനെ എഴുതി CI ബാക്കി എഴുതാനുള്ള ഇവിടെ സ്ഥലമില്ല. എന്നിട്ട് അങ്ങനെ എഴുതരുത്, വൃത്തികേടാക്കരുത്. സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുക? നമ്മുടെ എഴുത്തിൽ കീപ്പ് ചെയ്യുക എന്നും കൂടെ പറയാം. അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടും. മാത്രമല്ല സെക്കൻഡ് ട്രിക്കായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു പേപ്പർ നോക്കുന്ന സമയത്ത് തുടക്കം ഉണ്ടാവില്ലേ, ആ പേപ്പറിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവില്ലേ, സെക്കൻഡ് ട്രിക്ക് ആട്ടോ. ഇത് സെക്കൻഡ് ട്രിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കണേ. സെക്കൻഡ് ട്രിക്കാണ്. അതായത് ഒന്നാമത്തെ പേജ് കണ്ട് നോക്കി കഴിയുന്ന സമയത്ത് അവിടെ ടീച്ചർക്ക് എന്ത് ചെയ്യണം? അത്യാവശ്യം മാർക്ക് ഇടാനുള്ള രൂപത്തിൽ ഉണ്ടാവില്ലേ. ആദ്യത്തെ ആൻസർ കുട്ടിൻ്റെ ശരി അല്ലേ, ശരി, യെസ് ഇവിടെ 2 മാർക്ക്, യെസ് ഇത് ഓക്കെ 4 മാർക്ക്, 6 മാർക്ക് അല്ലേ, ഇത് 4 മാർക്ക്, ഓക്കെ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് മാർക്ക് ഇടാനുള്ള ടെൻഡൻസി ഈ ടീച്ചർമാരുടെ മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1-2 പേജിൽ എഴുതുന്ന ഉത്തരം ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഉത്തരമാവരുത്.
പക്ക പെർഫെക്റ്റ് എന്ന് തോന്നുന്നു ഉത്തരം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ആദ്യത്തെ 1, 2, 3 പേജുകൾ എഴുതാൻ പാടുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഒരു ട്രിക്കും കൂടെ പറഞ്ഞു തരാണ്. തേർഡ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. തേർഡ് ട്രിക്ക് ശ്രദ്ധിച്ച് കേട്ടോട്ടാ. തേർഡ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എഴുതിയ പേപ്പേഴ്സ് ഉണ്ടാവില്ലേ, ഈ എഴുതിയ പേപ്പേഴ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ ഇല്ലേ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. മനസ്സിലായോ? ക്രോസ് ചെക്ക് ചെയ്യണം. പിന്നെ തേർഡ് ട്രിക്ക് കേട്ടോളൂ കേട്ടോ. അതായത് ഇപ്പോൾ ഓപ്ഷൻ എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. നിങ്ങൾ ഓക്കെ എ എഴുതി വെച്ചിട്ടുണ്ടാവും, അവസാനം നോക്കുമ്പോൾ സമയമുണ്ട് നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബീൻ്റെ ഉത്തരം ഉണ്ടാവില്ല, ഇതും കൂടെ എഴുതി വെക്കുക. ചിലപ്പോൾ ടീച്ചർ ഇട്ട് വരുന്ന സമയത്ത് എക്ക് 4 മാർക്ക് ഇട്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ. ബി ഇത് ശരിക്കും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എക്ക് 4 മാർക്ക് ഇട്ടിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ അവസാനം എന്ത് ചെയ്യും, ബി എഴുതി വെച്ചു, മിസ് എന്ത് ചെയ്തു, ഇതിന് 5 മാർക്ക് ഇട്ടു. അപ്പോൾ ഏതാ പരിഗണിക്കൽ, എയും ബിയും ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഏതാണോ അതാണ് പരിഗണിക്കുക, 5 മാർക്കുകളാണ് പരിഗണിക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഓപ്ഷൻ എന്ത് ചെയ്യണം, അവസാനം സമയം ഉണ്ടാകുന്ന സമയത്ത് അതും കൂടെ എഴുതി വെക്കുക. ഈ ഒരു അടവ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ മക്കൾ ഈ 3 ട്രിക്ക്, ഒന്ന് ഞാൻ ഏതാ പറഞ്ഞ്, നിങ്ങളെ പ്രസൻറ്റേഷൻ ഉഷാറാക്കുക. രണ്ടാമത് പറഞ്ഞ ഏതാണ്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, രണ്ടാമത് പറഞ്ഞ ട്രിക്ക് മനസ്സിലായില്ലേ, ആ രണ്ടാമത്തെ ട്രിക്കും ദെൻ ഫൈനലി നമ്മൾ ഉപയോഗിച്ച ഈ റിപ്പീറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാവില്ല, അതും കൂടെ എഴുതി വെച്ചാൽ സെറ്റ് ആയിരിക്കും. ഈ ഒരു അടവ് എന്ത് ചെയ്യണം, നിങ്ങൾ ഉപയോഗിക്കണം. ഇതിനൊക്കെ ബേസ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചാപ്റ്റേഴ്സ് മര്യാദയ്ക്ക് പഠിക്കണം, ഗ്രാമർ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, എങ്കിൽ ഇത് എഴുതി വെച്ചാൽ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. ചില ആൾക്കാർ എഴുതി വെക്കൂല, എന്നിട്ട് ഒന്നും എഴുതൂല, A+ കിട്ടട്ടെ. നിങ്ങളെ ബാക്കിക്കാരാരെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, ആ പേപ്പർ നോക്കേണ്ടി വരും. നമ്മളെ ബാക്കിക്കാരാവില്ലല്ലോ പേപ്പർ നോക്കുന്നത്. അതുകൊണ്ട് വേറെ ഏതോ ടീച്ചറേക്കാരൻ നോക്കുന്നുണ്ടാവല്. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഉത്തരം എഴുതി വെക്കണം, ഉത്തരം എഴുതി വെക്കണം, ഉത്തരം എഴുതി വെക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, A+ കിട്ടുള്ളൂ. താങ്ക് യു വെരി മച്ച്.